ജനുവരി 23 വ്യാഴാഴ്ചയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട നാളത്തെ ലെവലുകൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ഇന്നത്തെ കാര്യങ്ങളൊന്നും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ന് FISന്റെ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ നെറ്റ് ബുള്ളിഷ് ആണ്. വളരെയധികം പുട്ട് ഓപ്ഷനുകൾ അവർ സെല്ല് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന പുട്ട് ഓപ്ഷനുകൾ സ്ക്വയർ ഓഫ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അതൊരു പോസിറ്റീവ് നോട്ടാണ്. ക്യാഷ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ സ്റ്റിൽ ബിയറിഷ് ആണ്. 4000 സംതിങ് കോടിക്ക് അവർ ക്യാഷ് മാർക്കറ്റിൽ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് 5 മണിക്ക് ഇന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട ഡേറ്റ വന്നിട്ടുണ്ട്. M3 മണി സപ്ലൈ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള നമ്മുടെ എക്കണോമിയിൽ ക്യാഷ് അല്ലെങ്കിൽ മണി എത്രമാത്രം ഉണ്ട്, അതിൻ്റെ പണത്തിൻ്റെ ഒരു സപ്ലൈ ആണ് ഇത് മെഷർ ചെയ്യുന്നത്. ബാങ്കുകളിലുള്ള ഡെപ്പോസിറ്റ് ആയിട്ടുള്ളതും മൊത്തം എക്കണോമിയിലൂടെ ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പണം, കറൻസികളായിട്ടും കോയിനായിട്ടും ഒക്കെ ഉള്ള എൻ്റയർ പണമാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ പ്രയർ 9.3 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 10.1 ആണ് മണി സപ്ലൈയിൽ വന്നിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പണം ആളുകളുടെ കയ്യിൽ കൂടിയിട്ടുണ്ട്, എക്കണോമിയിൽ കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ജനറലി ആളുകളുടെ പർച്ചേസ് പവർ കൂടും. അപ്പോൾ കൂടുതൽ പണമുള്ള ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരും. ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് നോട്ട് ഇതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഷെയർ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ പർച്ചേസ് കപ്പാസിറ്റി ആളുകൾക്ക് വരുമ്പോൾ പണം കൂടുതലായിട്ട് മാർക്കറ്റിൽ ചലിക്കുമ്പോൾ അത് കമ്പനികളുടെ ഏർണിങ്സിനെ അത് സ്വാധീനിക്കും, പോസിറ്റീവായിട്ട് നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കൊക്കെ ആളുകൾ ഫോക്കസ് ചെയ്യുമെന്നുള്ള ഒരു നോട്ടിൽ കൂടെ റീഡ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് നിലവിലുള്ള മാക്രോ എക്കണോമിക് കണ്ടീഷനൊക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇപ്പോൾ ഉടനെയൊക്കെ ഒരു വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ പറ്റുക. അതിനുശേഷം ഇതിനെ എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ആളുകളൊന്ന് സ്റ്റെബിലൈസ് ചെയ്ത് മേജർ പ്ലേയേഴ്സൊക്കെ ഇതിലൊരു കൃത്യമായിട്ടുള്ള വ്യൂ സെറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതിനു മുമ്പ് ആ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്തേക്കാം. ഇനി പ്രധാനമായിട്ട് നാളെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ 3 മേജർ റിസൾട്ടുകൾ വരാനുണ്ട്. അദാനി ഗ്രീന്, അദാനി എനർജി സൊല്യൂഷൻ, അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡിയുടെ റിസൾട്ട് നാളെ വരാനുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിൻ്റെ എൻ്റയർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ, നിഫ്റ്റി 50യുടെ മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡേറ്റയാണ്. ഇനി ഈ ലെവലുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രീ മാർക്കറ്റ് അനാലിസിസ് ഇല്ലായിരുന്നെങ്കിൽ അതിന് മുമ്പത്തെ ദിവസമൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള സെയിം ലെവലിലാണ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് റെസ്പെക്ട് ചെയ്ത് നോക്കൂ. ഈ ഒരു ചെറിയ ലെവൽ ഇത് നമ്മൾ ഇന്ന് ആഡ് ചെയ്തതാണ്. ഈ ലെവലിൽ നിന്ന് പുതിയതായിട്ട് വന്നതാണ്. മുമ്പ് കാണിച്ച ലെവലുകളിൽ നിന്ന് ഇവിടെ ചെറിയതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളേക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ലെവലുകൾ ഒന്ന് സ്ക്രീൻഷോട്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് ഈ ഭാഗത്തൊരു ഏരിയയാണ്. 23,000-നും 22,977 ഒരു 30 പോയിൻറ്റിൻ്റെ ഇതൊരു സോണായിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെയും 23,355 345 ഇടയ്ക്ക് ഇതൊരു സോണായിട്ട് കൺസിഡർ ചെയ്യുക. മാർക്കറ്റിൽ നാളത്തെ സാധ്യതകൾ, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് നേരെ മുകളിലേക്ക് രീതിയിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ കിട്ടി ഇതിന് താഴേക്ക് ബെൻഡ് വരുന്ന രീതി ഉണ്ടായാൽ, ഒരു സെക്കൻഡ് ടൈമിലുള്ള ബെൻഡോ അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിൽ താഴേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഈ ലെവൽ വരെയുള്ള ഒരു പി സൈഡിലേക്ക് നിൽക്കാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും അത്. ഇനി മാർക്കറ്റ് ഇവിടുന്ന് വലിയ കാര്യമായ രീതിയിൽ ബെൻഡ് ആവുന്നില്ല, താഴേക്ക് വന്ന് രണ്ടാമത്തെ തവണ മുകളിലേക്ക് കയറി അങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നല്ലത്. കാരണം ഈ ലെവലിൽ നിന്നൊക്കെ വീണ്ടും കുറച്ചും കൂടെ മുകളിലേക്ക് പോയിട്ട് ബെൻഡ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട്. മറിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കാതെ വെയിറ്റ് ചെയ്യുക. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നുള്ള റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ ഈ ലെവൽ വരെ നിങ്ങൾക്ക് അത് വീണ്ടും പി സൈഡിൽ നിൽക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. ഇതിന് മുകളിലേക്ക് പോയിട്ട് വന്നാലും ഇതേ സിനാരിയോ തന്നെ എടുക്കുക. മുകളിൽ പോയി സെക്കൻഡ് ടൈമിലൊക്കെ ബെൻഡ് ആവുന്ന സമയത്ത് അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഈ ലെവലിൽ നിങ്ങൾക്ക് ബൈക്ക് ഉള്ളൊരു സാധ്യത, ഇവിടുന്ന് ബൈക്കുള്ളൊരു സാധ്യത വരുന്നത് ഇപ്പോൾ ഇങ്ങനെ നേരെ കുത്തനെ മുകളിലേക്ക് പോയിട്ട് ഈ ലെവലിൻ്റെ താഴെ വന്ന് മുകളിലേക്ക് കയറിയിട്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഇവിടുന്ന് ബൈയിൽ നിൽക്കാൻ പറ്റും. ഓക്കെ, നേരത്തെ ഇവിടുന്ന് തന്നെ ബെൻഡായിട്ട് താഴെ തന്നെ സസ്റ്റെയിൻ ചെയ്താലാണ് സെല്ല് ചെയ്യാന്ന് പറഞ്ഞത്. ഇവിടുന്ന് ബെൻഡ് ആവുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടെ വരെ സെല്ല് നിന്നതിന് ശേഷം പിന്നീട് ഇവിടുന്നുള്ളൊരു പ്രൈസ് ആക്ഷൻ വാച്ച് ചെയ്യുക, ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് ഇവിടെ റീടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടുന്ന് ഈ ലെവൽ വരെ നമുക്ക് കോൾ ഓപ്ഷനിൽ സിയിലേക്ക് നിൽക്കാൻ പറ്റും. ഇനി പ്രൈസ് ഇവിടെ ഈ ഭാഗത്തുനിന്ന് ഉള്ള ഒരു റാലി താഴേക്ക് പ്രൈസ് ആക്ഷൻ കാണുകയാണെങ്കിൽ ഈ ഒരു ഫേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുക. അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ബൗൺസ് ചെയ്തിട്ട് രണ്ടാമത്തെ തവണയൊക്കെ ഇത് ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് റീടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇതുവരെയുള്ള
ഒരു ലെവലിലേക്ക് 977 914 വരെ എന്ന് പറയുമ്പോൾ 10-60 പോയിൻറ്റിൻ്റെ റാലി ക്യാച്ച് ചെയ്യാനുള്ള സാധ്യത ഇവിടെ നിന്നുണ്ട്. ഇനി മറ്റൊരു സിനാരിയോ, മാർക്കറ്റ് ഇവിടുന്ന് ഗ്യാപ് ഡൗൺ ആയിട്ടൊക്കെ ഓപ്പൺ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടുന്ന് ബൗൺസ് ചെയ്ത്, അതായത് 22,914 ബൗൺസ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ 22,849 വരെ വീണ്ടും ഈ സൈഡിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഉള്ളൊരു റാലിയിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ മാർക്കറ്റ് ഇവിടെ എത്തി നിൽക്കുന്ന ഒരു സിനാരിയോ ആണ് നിങ്ങൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് കരുതുക. ഇവിടുന്ന് ഒരു ഗ്യാപ് ഡൗൺ ഒക്കെ വന്ന് മാർക്കറ്റ് വലിയ വേഗത്തിൽ ഇവിടെ ഫാളോ ചെയ്ത് നിൽക്കുന്ന സമയത്ത്, ഇവിടെ എത്തി നിൽക്കുന്ന സമയമാണെങ്കിൽ പിന്നീട് ഇവിടുന്ന് സെല്ല് ചെയ്യാൻ നിൽക്കാതെ ഇവിടുന്ന് പ്രൈസ് രണ്ടാമത്തെ തവണയൊക്കെ ബൗൺസ് ചെയ്ത് കയറുമ്പോൾ ഈ ലെവൽ വരെയൊക്കെയുള്ള ബൈ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും സാഹചര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണാം. ഈ സിനാരിയോകളിൽ അങ്ങനെ തന്നെ ഉള്ള അവസരങ്ങൾ കിട്ടിയാൽ അതിനെ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് റിസ്ക് റിവാർഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ വലിയ ക്യാൻഡിലൊക്കെ ആണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ട്രേഡ് അവോയ്ഡ് ചെയ്യുക. പ്രോപ്പർ റിസ്ക് റിവാർഡ് ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഏരിയ പൊതുവെ വോളറ്റിലിറ്റി ഉള്ള രണ്ട് സൈഡിലേക്കും അവസരങ്ങൾ കിട്ടുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു വോളറ്റിലിറ്റിയൊക്കെ നമുക്ക് അവിടെ US പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് റീഡ് ചെയ്യാമെങ്കിലും ബേസിക്കലി ഈ ബോട്ടം സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള വലിയ ഒരു വോളറ്റിലിറ്റി വരാറ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നതിന് മുമ്പൊക്കെ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോൾ 1 മിനിറ്റിലൊക്കെ ഡേ കാൻഡിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഒരു ലെവൽ നമുക്കറിയാം. അപ്പോൾ ഇവിടെ വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു സോണിലാണ്. അപ്പോൾ മാർക്കറ്റ് ബൗൺസ് ചെയ്യാനും റിവേഴ്സ് ചെയ്യാനൊക്കെ സാധ്യതയുള്ളൊരു സോൺ കൂടിയാണ്. അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള അവസരങ്ങൾ ഉപയോഗിക്കാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതിന് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് രണ്ട് സൈഡിലേക്കും അവിടെ നിൽക്കാൻ പറ്റും. ഓക്കെ, സീ യു.